APJ Abdul Kalam Technological University, second semester BTech degree examination July 2021-2019 scheme, Engineering Graphics, question paper discussion part 8. Part 1 and 2 module number 1 projection of straight lines discuss ചെയ്തിട്ടുണ്ട്. Part 3 and 4 module number 2 projection of solids discuss ചെയ്തിട്ടുണ്ട്. Question number 3 and 4. Part 5 and 6 module number 3 section of solids, development of surfaces videos upload ചെയ്തിട്ടുണ്ട്. Module 4 isometric പ്രൊജക്ഷൻ ആണ് വരുന്നത്. നമ്പർ 7 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷനിലെ ഓപ്ഷൻ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഹോളോ സിലിണ്ടർ ഓഫ് ഇൻസൈഡ് ഡയമീറ്റർ 40 mm, ഔട്ട്സൈഡ് ഡയമീറ്റർ 60 mm and 80 mm long is resting on its generator on the top of a rectangular slab of 80 mm, 60 mm and height 30 mm. Draw the isometric view of the combination if the axis of the cylinder is parallel to the longer edge of the slab. Isometric view ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഐസോമെട്രിക് വ്യൂ ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സോളിഡ്സിൻ്റെ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ രണ്ട് സോളിഡ്സ് ഒന്ന് ഒരു ഹോളോ സിലിണ്ടർ ആണ്, അടുത്തത് ഒരു റെക്റ്റാങ്കുലർ സ്ലാബ് ആണ്. ഓക്കെ, ഹോളോ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം, റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. തന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷനിൽ തന്നെ വരയ്ക്കണം. ഹോളോ സിലിണ്ടറിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ 40 mm, ഔട്ട്സൈഡ് ഡയമീറ്റർ 60 mm ആണ് തന്നിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ ലെങ്ത്ത് 80 mm ആണ്. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ജനറേറ്റർ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഇതല്ല, ഇത് ഫേസിലാണ് റെസ്റ്റ് ചെയ്യുക, ഇത് ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ടോപ്പ് ഓഫ് എ റെക്റ്റാങ്കുലർ സ്ലാബ്. അപ്പോൾ റെക്റ്റാങ്കുലർ സ്ലാബാണ് താഴെയുള്ള സോളിഡ്, അതിൻ്റെ മുകളിൽ ഹോളോ സിലിണ്ടർ റെസ്റ്റ് ചെയ്തിരിക്കുന്നു ഓൺ ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ജനറേറ്റർ റെക്റ്റാങ്കുലർ സ്ലാബിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ്, ഇതിൻ്റെ മുകളിലായിട്ടാണ് ഹോളോ സിലിണ്ടർ റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ ഡയമെൻഷൻസ് തന്നിരിക്കുന്നത് 80 mm, 60 mm ആൻഡ് 30 mm ഹൈറ്റ്. ഈ ഹൈറ്റ് 30 mm, ഇത് 60, ഇത് 80 ആണ്. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ ഇഫ് ആക്സിസ് ഓഫ് ദ സിലിണ്ടർ ഈസ് പാരലൽ ടു ദ ലോങ്ങർ എഡ്ജ് ഓഫ് ദ സ്ലാബ്. ലോങ്ങർ എഡ്ജ് ഓഫ് ദ സ്ലാബ്, ദാറ്റ് മീൻസ് 80 mm ലോങ് ലൈൻ. ഇതിന് പാരലായിട്ട് ജനറേറ്റർ, ഹോളോ സിലിണ്ടർ ജനറേറ്ററിൽ സ്ലാബിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 60 mm സൈഡിന് പാരലായിട്ടാണ് ജനറേറ്റർ ഉള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് 80 mm ലോങ് ലൈന് പാരലാണ്. ഓക്കെ, സിലിണ്ടറിൻ്റെ ലെങ്തും 80 mm ആണ്, അതുകൊണ്ട് ജനറേറ്റർ 60 mm ലൈനിൻ്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കലാണ്. ബട്ട് ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ബോക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാതെ ആൻസർ ചെയ്താലും ഫുൾ മാർക്ക് കിട്ടും. ഇനി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവിന് 4 മാർക്സ് ഉണ്ട്. ഇപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്കിത് ഈ രീതിയിലെടുക്കാം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ 2 റെക്റ്റാങ്കിൾ, ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ സർക്കിൾ റെക്റ്റാങ്കിൾ, ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ. ഇങ്ങനെ എടുക്കുമ്പോൾ സർക്കിൾ കാണണമെങ്കിൽ സൈഡ് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ട് ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നു. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ട ആവശ്യം ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നില്ല, എന്നാലും ആ ഒരു പ്രൊസീജിയർ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നു. തിൻ ലൈൻ യൂസ് ചെയ്ത് റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ ടോപ്പ് വ്യൂ റെക്റ്റാങ്കിൾ 80 × 60, 80 × 60 റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുക. ഹൈറ്റ് 30 ആണ്. റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കഴിഞ്ഞു. ഇനി ഹോളോ സിലിണ്ടറിൻ്റെ സർക്കിൾ 2 സർക്കിൾസ് വരും. അത് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. ഔട്ട്സൈഡ് സർക്കിളിൻ്റെ ഡയമീറ്റർ 60 ആൻഡ് ഇൻസൈഡ് 40. ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടത്തേക്ക് 30 ആയിരിക്കും.
ഇൻസൈഡ് ഡയമീറ്റർ 40 ആണ്. അപ്പോൾ 20 mm റേഡിയസിൽ അടുത്ത സർക്കിൾ വരയ്ക്കുന്നു. ടോപ്പ് വ്യൂ ഈ സൈഡിൻ്റെ ലെങ്ത് 60, ഡയമീറ്റർ 60 ആയതുകൊണ്ട് ഹോളോ സിലിണ്ടറിൻ്റെ ഔട്ട്സൈഡ് സർക്കിളിൻ്റെ ജനറേറ്റർ ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഇൻസൈഡ് സർക്കിളിൻ്റെത് നമുക്ക് ഇതിനെ പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടും. അത് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകാം. ആദ്യം ഈ ബോക്സിൻ്റെ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. രണ്ട് രീതിയിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതിനെ 1 അബൌട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട്. ഇനി അതല്ല പോയിൻറ്റ് 2 അബൌട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. പോയിൻറ്റ് 1, പോയിൻറ്റ് 2 ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഫിക്സ് ചെയ്യാം. ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും താഴെ കൊണ്ടേ വരയ്ക്കുക. കാരണം ഈ റോംബസിന് തന്നെ ഹൈറ്റ് 70 ഉണ്ടാവും. അതിന് വീണ്ടും 30 mm ഹൈറ്റ് കൊടുക്കണം. പ്ലസ് 60 mm ഹൈറ്റ് ഹോളോ സിലിണ്ടറിനും കൊടുക്കണം. 60 + 30 90 + 70 ഒരു 160 mm മുകളിലോട്ടേക്ക് ടോട്ടൽ ഡ്രോയിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്പേസിങ് നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ മാറ്റി വരയ്ക്കേണ്ടി വരും. പോയിൻറ്റ് 2 എടുക്കാം, അതേപോലെ പോയിൻറ്റ് 1 എടുക്കാം. ഞാൻ 2 എടുക്കുന്നത്. അപ്പോൾ ഫിഗർ ഇങ്ങനെ ഉണ്ടാവും. 1 എടുത്തതെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും. ഇവിടെ ആയിരിക്കും ഫ്രണ്ട് വരിക. 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കുക. 2, 1 ലെങ്ത്ത്, 60 mm ലോങ് ലൈൻ വരയ്ക്കുക. തിൻ ലൈൻ വരയ്ക്കുക. 2, 3 80 mm ലോങ് ലൈൻ 30 ഡിഗ്രിയിൽ വരയ്ക്കുന്നു. റോംബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ലൊക്കേറ്റ് ചെയ്യണം. 1, 2 ലെങ്ത്ത്, 3 നിന്ന് ആർക്ക് വരയ്ക്കുന്നു. 2, 3 ലെങ്ത്ത് 1 നിന്ന് കട്ട് ചെയ്യുന്നു. ഈ പോയിൻ്റാണ് 4. റോംബസ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് 30 mm ആണ്. 30 mm ഹൈറ്റ് കൊടുക്കുക. ടോപ്പ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യാം. റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. ഈ 80 mm ലോങ് ലൈനിന് പാരലായിട്ടാണ് ജനറേറ്ററിൽ ഹോളോ സിലിണ്ടർ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളോ സിലിണ്ടറിൻ്റെ ബോക്സ് അതിൻ്റെ ലെങ്ത്ത് 60 ആൻഡ് 80 ആണ്. ടോപ്പിലത്തെ റോംബസ് ഹൈറ്റ് 60 ആണ്. 60, 80, 60 ഈ ഒരു ബോക്സോട് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് സെയിം ആയതുകൊണ്ട് ഈ പോയിൻ്റ് തന്നെ മുകളിലോട്ടേക്ക് എടുത്താൽ മതി. ഹൈറ്റ് 60 ആണ്. സ്ക്വയർ സ്ലാബിൻ്റെ ടോപ്പിലത്തെ റോംബസിൽ 4 കോർണറിൽ നിന്നും 60 mm ഹൈറ്റിൽ ലൈൻ വരയ്ക്കുക. ടോപ്പ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുക. ഹോളോ സിലിണ്ടർ ആയതുകൊണ്ട് ഈ ഇൻസൈഡ് സർക്കിളിൻ്റെ റോംബസും ഇവിടെ കൊണ്ടുവരണം. ഈ റോംബസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം.
ഈ പോയിൻറ്റ്സ് 60 40 ആണ്. അപ്പോൾ 10 mm മൈനസ് ചെയ്താൽ മതി. അതായത് ഈ ഡിസ്റ്റൻസ് 10 mm ആയിരിക്കും. മെത്തേഡ് ഓഫ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 10 mm മാർക്ക് ചെയ്യുക. ഇത് 10 ആയിരിക്കും, ഇതും 10 ആയിരിക്കും. അതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. തിൻ ലൈൻസ് വരയ്ക്കുക. അതേപോലെ ഇവിടെയും ഇൻസൈഡ് റോംബസ് കൊണ്ടുവരിക. അതിന് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ചെയ്ത പോലെ 10 mm 10 mm എടുത്തും ചെയ്യാം. പാരലൈന് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഈ രണ്ട് ബോക്സിൻ്റെ ഉള്ളിലും 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എലിപ്സ് വരയ്ക്കുക. ഇവിടെയുള്ള എലിപ്സ് വിസിബിൾ ആയിരിക്കും. ഇവിടെയുള്ള എലിപ്സിൻ്റെ ഔട്ട് സൈഡ് മാത്രമേ വിസിബിൾ ഉണ്ടായിരിക്കും. ബാക്കി ഡാഷ് ലൈൻ ആയിരിക്കും. ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഇവിടെയും ഇത് സെൻറ്റർ തിക്ക് കണ്ടിന്യൂസ് ആർക്ക് വരയ്ക്കുക. ഇത് സെൻറ്റർ. ഇൻസൈഡ് സർക്കിളിൻ്റെ എലിപ്സ് 40 mm ലോങ് ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് 20. ഓപ്പോസിറ്റ് കോർണർ ഇതാണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെൻറ്റർ കിട്ടും. അതേപോലെ ഇവിടെയും ചെയ്യാം. ഇതാണ് അടുത്ത സെൻറ്റർ. ഈ പോർഷൻ വിസിബിൾ ആണ്. കണ്ടിന്യൂസ് തിക്ക് ആർക്ക് വരയ്ക്കുക. ഇത് സെൻറ്റർ ഈ റേഡിയസിൽ. അടുത്തത് ഇത് സെൻറ്റർ ഈ റേഡിയസിൽ. ഇനി അതേപോലെ ഇവിടെയും വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ആർക്ക് വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കണ്ടെത്തി പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ലാഭിക്കാൻ പറ്റും. 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഓരോ പോയിൻറ്റ്സിനെയും ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ സെൻറ്റേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ 4 സെൻറ്റർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു പോർഷൻ വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് അത് മാത്രം കണ്ടിന്യൂസ് തിക്ക് ആർക്ക് വരയ്ക്കുക. ഡാഷ് ടൈറ്റ് വരയ്ക്കുക. ഇവിടെയും അതേപോലെ ഇവിടെ വരെ ഡാഷ്ഡ് ആയിരിക്കും. ഇവിടെ മുതൽ അത് വിസിബിൾ ആയിരിക്കും. ഇത് വിസിബിൾ ആയിരിക്കും. ഈ പോർഷൻ ഡാഷ്ഡ് ആയിരിക്കും.
കംപ്ലീറ്റ് ഡാഷ്ഡ് കർവീസ് വരയ്ക്കുക. എൻഡ് ജനറേറ്റേഴ്സ് കണ്ടിന്യൂസ് സ്റ്റിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഡാഷ് ലൈൻ ആയിരിക്കും. ടാൻജൻ്റ് ആയിട്ട് വരയ്ക്കുക കർവിന്. വിസിബിൾ ഇൻവിസിബിൾ ലൈൻ റെക്റ്റാങ്കുലർ സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുക. വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും. വിസിബിൾ, വിസിബിൾ, വിസിബിൾ ആണ്. ഇത് ഇവിടെ വരെ വിസിബിൾ ആയിരിക്കും. ബാക്കി ഒന്നുകിൽ ഡാഷ് ലൈൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വരയ്ക്കാതിരിക്കുക. ഇത്രയും വിസിബിൾ ആയിരിക്കും. ഇൻവിസിബിൾ ലൈൻ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഡയമെൻഷനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഇതേപോലെ ഐസോമെട്രിക്കിലും ഡയമെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഹൈറ്റ് 30, ഇത് 80. അതേപോലെ സർക്കിളിനെ ഡയമെൻഷൻ ചെയ്യാം. ഇതാണ് ആൻസർ കീ. സെയിം ആണ്. ഇവിടെ ഈ ഇൻസൈഡ് എലിപ്സ് ഒന്നും ഡാഷ് ലൈൻ യൂസ് കാണിച്ചിട്ടില്ല. ഓർത്തോഗ്രാഫിക് വ്യൂ 4 മാർക്സ്, ഐസോമെട്രിക് വ്യൂ ഓഫ് സ്ലാബ് 5 മാർക്സ്, ഐസോമെട്രിക് വ്യൂ ഓഫ് ഹോളോ സിലിണ്ടർ 9 മാർക്സ്. ഓർത്തോഗ്രാഫിക് വ്യൂ വരച്ചില്ലെങ്കിൽ 7+11 ആയി മാറും. ഇവിടെ വരയ്ക്കാൻ ബുദ്ധിമുട്ട് ഹോളോ സിലിണ്ടർ ആണ്, അതുകൊണ്ടാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാർക്ക് കൂടുതലായിട്ട് കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.